ഹലോ ഗെയ്സ്, എല്ലാവർക്കും സുഖമാണോ? ഇന്ന് ഞാൻ ഒരു മധുരം കഴിക്കാൻ എനിക്ക് ആഗ്രഹം തോന്നി ഞാൻ എന്തെങ്കിലും ഒരു മധുരം ഉണ്ടാക്കും കേട്ടോ. ഇത് നമ്മുടെ മത്തങ്ങ കൊണ്ടുള്ള ഒരു ഡെസേർട്ടാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പം ഞാൻ ഇന്ന് മോർണിംഗ് എനിക്ക് പെട്ടെന്ന് അങ്ങനെ തോന്നി, മത്തങ്ങ കൊണ്ടുവന്നപ്പോൾ അങ്ങനെ തോന്നി. അപ്പം ഞാൻ ഇന്ന് രാവിലെ ഉണ്ടാക്കിയ സംഭവമാണത്. അപ്പം ഞാൻ വീട്ടിൽ നിന്ന് വീഡിയോ എടുക്കാണ്ട് വേഗം ഷോപ്പിലേക്ക് പോകുന്നു. അപ്പോൾ ഒരു ബോക്സിലാക്കി ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു. അപ്പം ഇതെങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് മത്തങ്ങ നന്നായിട്ട് നമ്മുടെ തോലൊക്കെ ചെത്തിയതിന് ശേഷം കുക്കറിൽ വേവിക്കുക. രണ്ട് വിസിൽ ഇടുക. 2 വിസിൽ. ഏലക്കയും കൂടി നമുക്കൊരു 4-5 ഏലക്ക ഇടുക. അത് നമ്മുടെ എടുക്കുന്നതിനനുസരിച്ച് അത് യൂസ് ചെയ്യുക. എന്നിട്ട് അത് നമ്മൾ ഒരു 2 വിസിലിന് ശേഷം നമ്മളത് എടുത്ത് വെച്ചതിന് ശേഷം ചുവട് കട്ടിയുള്ള ചീനിച്ചട്ടിയിലേക്ക് നമ്മൾ ഇത് ഇടുക. ഇത് ഇട്ടതിന് ശേഷം വെള്ളം വറ്റിയതാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് പാലും കൂടി ആഡ് ചെയ്തിട്ട് ഇളക്കുക കേട്ടോ. ഇളക്കി ആ പാലും വെള്ളവും എല്ലാം വറ്റിയതിന് ശേഷം നമുക്ക് നെയ്യ് ഇടുക. നെയ്യും ഇടാം, അതേപോലെ പഞ്ചസാര നമുക്ക് അതിന് മുന്നേ തന്നെ ഇടാം കേട്ടോ. നമ്മുടെ മധുരം എങ്ങനെയാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് പഞ്ചസാര ഇടാം. എന്നിട്ട് ഈ നമ്മുടെ ചീനിച്ചട്ടിയിൽ നിന്നും വിട്ട് വരുന്ന വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക. നെയ്യൊക്കെ നമ്മുടെ ആവശ്യം പോലെ നമുക്ക് യൂസ് ചെയ്യാം. എന്നിട്ട് അത് ഇളക്കി നന്നായിട്ട് ചീനിച്ചട്ടിയിൽ നിന്ന് വിട്ട് വന്നതിന് ശേഷം നമുക്ക് നട്ട്സ് പൊടിച്ചത്, നമുക്ക് ബദാം, അണ്ടിപ്പരിപ്പ്, കിസ്മിസ് ഇങ്ങനെ ഇടാം കേട്ടോ. ഇത് വേണമെങ്കിൽ നെയ്യിൽ വറുത്തിട്ട് വേണമെങ്കിലും നമ്മൾക്കിടാം. അടിപൊളി ടേസ്റ്റാണ്. ഒന്ന് ഉണ്ടാക്കി നോക്കുക. എൻ്റെ അച്ഛനുള്ളപ്പം ഇടയ്ക്ക് നല്ല മൂത്ത മത്തം കിട്ടുകയാണ്. അച്ഛനിങ്ങനെ ഉണ്ടാക്കും കേട്ടോ. അലുവ തന്നെ അടിപൊളി ടേസ്റ്റാണ്. അച്ഛന് ഹോട്ടലിൽ നടത്തുന്ന ആളായിരുന്നു. എല്ലാ പലഹാരങ്ങളും നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ അന്ന് ഇങ്ങനെ കഴിച്ചതിൻ്റെ ഒരു ഓർമ്മയിൽ മത്തൻ കിട്ടുമ്പോൾ ഞാനിങ്ങനെ ഓർക്കും. അപ്പോൾ ഇടയ്ക്ക് ഉണ്ടാക്കണം. പക്ഷെ അലുവയൊന്നും ആയിട്ടില്ല. നട്ട്സൊക്കെ കടിക്കുമ്പം നല്ല ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.